ഹലോ. അപ്പം ഞങ്ങളിന്ന് എന്താ പറയുക, അമ്പലം വിത്ത് ഷോപ്പിംഗ് അങ്ങനെ രണ്ടിനും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്നും കണ്ടില്ലേ, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഓട്ടോറിക്ഷ പോലെ ഒന്നും അല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, അവിടെയൊക്കെ പുക പോലെ നിൽക്കുന്ന മഞ്ഞാണ് കേട്ടോ. ഏകദേശം എല്ലായിടത്തും മഞ്ഞൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിലും ദൂരത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു മഞ്ഞിൻ്റെ ഒരു പുക അംശങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാ അമ്പലം എത്തിയിട്ടോ. ആ ബ്ലൂ കളർ കാണുന്നില്ലേ, അതാണ് അമ്പലം കേട്ടോ. അതാ കണ്ടില്ലേ നമ്മുടെ, അതാണ് കേട്ടോ അമ്പലം. ഇതവിടെ നിന്ന് നമ്മൾ വിളക്കൊക്കെ മേടിക്കും കേട്ടോ. കണ്ടില്ലേ, അമ്പലത്തിൽ ഒത്തിരി ആൾക്കാർ വന്ന് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഞങ്ങളും പ്രാർത്ഥിച്ചു, വിളക്ക് വെച്ചു, പുറത്തിറങ്ങി കേട്ടോ. ഇപ്പം ഞങ്ങളിനി ഇതാ വിശാൽ മെഗാ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഡൗൺ ഫ്ലോറിൽ തന്നെ കുറേ ഡ്രസ്സുകളാണ് അവർ ഷോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. പിള്ളേരെയൊന്നും ഇവിടെ കൊണ്ട് നിർത്താനേ പറ്റത്തില്ല. അവർക്ക് എന്താ പറയുക, എല്ലാ ആവശ്യമാണ് പിള്ളേർക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ. എന്നാൽ വീട്ടിൽ കൊണ്ടുവന്നാൽ കളിക്കുകയോ അതുമില്ല, അതവിടെ മാറ്റി വയ്ക്കും. നേരെ പോയി അവർ കണ്ണാടിയൊക്കെ ഇട്ട് നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, രണ്ട് സൈഡിലും ബക്കറ്റ്സും കാര്യങ്ങളും നല്ല രസമുണ്ട് കേട്ടോ കാണാനും ഒക്കെ. അപ്പോൾ എല്ലാവരുടെയും നല്ല തിരക്കും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ. പക്ഷെ ഞാൻ അതിലൊന്നും, ആൾക്കാർ എത്തുന്ന സമയമാകുമ്പോൾ ഞാൻ ഫോൺ അങ്ങ് മാറ്റും, പിന്നെ അങ്ങ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ, മടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ലല്ലോ ഒത്തിരി. അപ്പോൾ അതങ്ങനെ, അപ്പോൾ ഒത്തിരി നിറയെ ഡ്രസ്സുകളും ഡൗൺ ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ പോകുന്നത് ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാം എന്തൊക്കെയാണെന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിള്ളേർ നമ്മൾ ഇതേ വരുമ്പോഴത്തേക്കും പിള്ളേർ അപ്പുറത്ത് കൂടെ പോവുകയോ ഓടുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര അവർക്ക് ഇൻട്രസ്റ്റ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് പോലെ തോന്നിയിട്ട് അവരപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെയൊക്കെ പോകട്ടെ. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഓട്ടമായിരുന്നു കേട്ടോ അവർ. അപ്പം അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഓരോന്ന് നോക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് അവർ അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടുന്നുണ്ടാവും. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ നോക്കി എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊന്ന് വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും വരുന്ന സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ മറക്കും കേട്ടോ. ഇതൊക്കെ ഓരോ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വെച്ചിരിക്കണേന്നുള്ളതുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ നോക്കി നടക്കുകയാണ്. എല്ലാ കുട്ടികൾക്ക് ഹോർലിക്സും കണ്ടതൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് എടുത്തു കേട്ടോ. പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കുറേ നാളായി. അതുകൊണ്ട് വെറുതെ ഒന്ന് കഴിക്കാൻ തോന്നിയിട്ട്. ഇത് കണ്ടില്ലേ, പരിപ്പ് അരി അങ്ങനെയുള്ളതൊക്കെ ലൂസായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇങ്ങനെ കാണിക്കുന്നത് എന്ത് വെച്ചാൽ എനിക്ക് അതിൻ്റെ പേര് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ പറയുക, മസൂർ ഡാൾ, ചന ഡാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനത്തെയാണ് നമുക്ക് പിന്നീട് വരുമ്പോൾ പറഞ്ഞ് മേടിക്കാനാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ അറിയത്തുള്ളൂ. കണ്ടില്ലേ, മൂഗ് ദാൾ, ഇത് മൂഗ് ദാൾ എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ അതുതന്നെ പാക്കറ്റിലാക്കി വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ തന്നെ പാക്കറ്റുകളും ഉണ്ട് കേട്ടോ. പാക്കറ്റിനകത്ത് അതിൻ്റെ പേര് എഴുതിയിട്ടില്ല, ബ്രാൻഡുകളുടെ പേരൊക്കെ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പാക്കറ്റ് നോക്കുമ്പോൾ അറിയത്തില്ല ഏത് ഡാളാണെന്നുള്ളത്. അവിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിലൊക്കെ ഉണ്ട്, കണ്ടില്ലേ, അവിൽ, പിന്നെ സോയാബീൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ലിഫ്റ്റിൽ കയറി ബില്ലടിക്കാൻ കൊടുക്കാൻ പോകണ്ട. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങളിപ്പോൾ ബില്ലടിക്കാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ബാക്കി വീഡിയോസൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബില്ലടിക്കാൻ വെച്ചിട്ടാ.